ഓക്കെ. ടെക്സ്റ്റ് കോളം കഴിഞ്ഞ് വരുന്നതാണ് നമ്പർ കോളം. ഓക്കെ. നമ്പർ കോളം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ന്യൂമറിക്കൽ വാല്യൂസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കോളത്തിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്പർ കോളം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കുറെ ഫങ്ഷൻസ് വരുന്നുണ്ട്, കുറെ ടൂൾസ് വരുന്നുണ്ട്. എന്തൊക്കെയാ? ഇപ്പൊ നമുക്കൊരു കോളത്തിന്റെ സം കാണണം, അല്ലെങ്കിൽ മിനിമം, മാക്സിമം, ആവറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയാൽ കാണാൻ പറ്റും. അതുപോലെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു വാല്യൂവിന് വേറൊരു വാല്യൂ കൊണ്ട് ആഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ സയന്റിഫിക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ? സ്ക്വയർ റൂട്ട് കാണാം, പിന്നെന്താ ഫാക്ടോറിയൽ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സയന്റിഫിക്കിലും കാണാം. പിന്നെന്താ റൗണ്ട് ചെയ്യുക, ഇൻഫോർമേഷൻ ഇപ്പോ ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ, ഇതൊക്കെ നമുക്ക് ഇവിടെ നമ്പർ കോളത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് കോസ്റ്റിനെ എനിക്ക് വേറൊരു നമ്പർ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാനിവിടെ പ്രൊഡക്റ്റ് കോസ്റ്റ് സെലക്ട് ചെയ്തു, സ്റ്റാൻഡേർഡിൽ ചെന്നിട്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഇനി ഏത് വാല്യൂ വെച്ചിട്ടാണ് എനിക്ക് ആ ഒരു നമ്പറിനെ, മീൻസ് ആ പ്രൊഡക്റ്റ് കോസ്റ്റിനെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ 5 എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായി? ആ പ്രൊഡക്റ്റ് കോസ്റ്റ് 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത വാല്യൂ ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂസിനിൽ എന്തെങ്കിലും ചേഞ്ചസ്, ലൈക്ക് ഇപ്പം ആഡ് ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക, സം കാണാം, ആവറേജ് കാണാം, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ നമുക്ക് നമ്പർ കോളത്തിൽ ചെയ്യാൻ പറ്റും.